الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് നൽകിയ നിഅ്മത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നാം ഒരു പക്ഷേ അനുഗ്രഹമായി കാണുകയോ വിലമതിക്കുകയോ വിലയിരുത്തുകയോ കണക്കാക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും കിട്ടിയ കണക്കുകൾ വെച്ച് നോക്കിക്കൊണ്ട് അതൊന്ന് കണക്ക് കൂട്ടാൻ, എത്രയുണ്ട് എന്ന് നോക്കാൻ, ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം ഉള്ളതും പേജുകൾ കൂടുതലുള്ളതും ഖനമുള്ളതുമായ ഒരു പുസ്തകവും മഷിപറ്റാത്ത കുറേ പേനകളും ഉപയോഗപ്പെടുത്തിയാലും ആ കണക്ക് പുസ്തകം തീരുക എന്നല്ലാതെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാൽക്കുലേറ്ററിന്റെ ഡിജിറ്റ് അവസാനിക്കുക എന്നുള്ളതല്ലാതെ അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അത്രയധികം ഉണ്ട്. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, എനിക്കാണോ റബ്ബ് നിഅ്മത്ത് നൽകിയിട്ടുള്ളത്? എന്ത് നിഅ്മത്താണ് ഇപ്പോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅ്മത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് നാം അങ്ങനെ ആശ്ചര്യപ്പെടുകയും അത്ഭുതപ്പെടുകയും ആശങ്കപ്പെടുകയും അതുപോലെ തന്നെ അവിശ്വാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുക, വഇൻ തഅദ്ദു നിഅ്മത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നത് ഇല്ല എന്ന് നിഷേധിക്കാൻ കഴിയാത്ത വിധം വളരെ പരമമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും. ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. നമ്മുടെ നാവുകളിലുള്ള സ്വാദമുകുളങ്ങൾ വ്യത്യസ്തമായ കലവറകൾ തീർത്തിട്ടുള്ളവയാണ്. ദശലക്ഷം കുമിളകൾ. ആ ഇറ്റ് പദാർത്ഥം തന്റെ നാവിൽ ഇറ്റുമ്പോൾ അതിന്റെ രുചി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നാവുണ്ടല്ലോ, അതിന്റെ ജലാംശത്തിനാണ് നമ്മൾ പറയാ ഉമിനീരെന്ന് പറയാം. അത് അതിന്റെ ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ നാവെടുത്ത് ഒരക്ഷരം ഉരിയാടാൻ കഴിയില്ല. ഇനി ബാക്കിയുള്ള നമ്മൾ കൂട്ടാം. അല്ലാഹു പറയാ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തന്ന
നിഅമത്തുകളുടെ കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ലാ തുഹ്സൂഹ, അവ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അതിലേറ്റവും പരമമായ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാ? വീണ്ടും സംശയങ്ങൾ ഉണ്ടാകാം, അതാണോ ഇതാണോ ഏതാണോ എന്നുള്ളത്. അതിൽ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നിന്ന് കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ട്രില്യൺ മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമാക്കി, ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി മുഅ്മിനാക്കി, ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി മുത്തഖിയാക്കി. അവിടുന്ന് ഇങ്ങനെ പേർത്ത് കൊണ്ട് ഇന്ന് നമുക്ക് ഇരിക്കാവുന്ന, ഈ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാവുന്ന, അവന്റെ ഭവനത്തിലിരിക്കാവുന്ന മുവഹിദുകൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്റ്റാർ, ആ പദവിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. ഇതിന്റെയൊക്കെ ചരടുണ്ടല്ലോ, ഇതിന്റെ ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റിന്റെ പേരാണ് ഹിദായത്ത് എന്നുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, അവൻ ഉദ്ദേശിക്കാത്തവർക്ക് നൽകാതെ ഇരിക്കുന്നു, ചിലർക്ക് അപ്രതീക്ഷിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഞാൻ ഓതി വെച്ചത് 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്താണ്. ഈ ആയത്തിനൊരു പശ്ചാത്തലമുണ്ട്. നമുക്കൊക്കെ അറിയാം, അബൂ ത്വാലിബ് എന്ന് പറയുന്നത് എന്റെ എളാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മകനേക്കാൾ ഉപരിയായി എളാപ്പാനെ സ്നേഹിക്കുന്നു. ഒരു എളാപ്പ ഒരു മകനേക്കാൾ ഉപരിയായി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മരണാസന്നമാകുന്ന ആ ഒരു രംഗം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാം. ചുറ്റുഭാഗത്ത് ഖുറൈശിയിലെ പ്രമുഖരായ ആളുകൾ, മറുഭാഗത്ത് ഇനി ഈ ഒരു അബൂ ത്വാലിബ് കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തികച്ചും അനാഥരായി ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഏകനായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആവശ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എളാപ്പയോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യം, തന്റെ എളാപ്പയുടെ നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ മദ്രധ്വനി ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി അദ്ദേഹം തന്റെ എളാപ്പയോട് കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എന്താ പ്രയാസം? ഈ ഖുറൈശികളായ പ്രമുഖരായ ആളുകൾ ഭീരുവായ അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് മരണപ്പെടുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മകന്റെ ദീനിലേക്ക് പോയി എന്ന് അപഖ്യാതി ഉണ്ടാകുമോ, അവമതിക്കപ്പെടുമോ, അപഹസിക്കപ്പെടുമോ എന്നൊരു ബേജാറ് കാരണം കൊണ്ട് തൽക്കാലം ഞാനിപ്പോ ഇത് പറയുന്നില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തിനും വ്യസനത്തിനും പ്രയാസത്തിനും ആകുലതയ്ക്കും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്ന ആ അളവുകോലിന്റെ ആഴം നിശ്ചലമായി. അബൂ ത്വാലിബിന്റെ മയ്യത്ത് നിശ്ചലമായി, ഇനി ചലിക്കില്ല, ഇനി കണ്ണ് തുറക്കില്ല, വായ് തുറക്കില്ല. തനിക്ക് സംരക്ഷണത്തിന്റെ അവസാനത്തെ തണലും തീർന്നുപോയി എന്ന് മനസ്സിലായപ്പോ അതിനെപ്പറ്റി എല്ലാ റസൂലുള്ളാഹിക്ക് ബേജാറുണ്ടായിരുന്നത്. ആ ബേജാറ് അങ്ങേയറ്റത്തെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എളാപ്പാന്റെ കാലിന്റെ ചുവട്ടില രണ്ട് കാലുകളും രണ്ട് കൈക്കൊമ്പിലാക്കിയതിനു ശേഷമാണ് എളാപ്പാനോട് പറഞ്ഞ, എളാപ്പ ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം സംഭവിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി കൊടുത്തതാണ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ ഹിദായത്തിലാക്കുക എന്നുള്ളത് ഇല്ലാത്തൊരു സംഭവമാണ്. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു ഹിദായത്തിലാക്കുക. നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നമുക്കറിയാം, കുടുംബത്തിന് കിട്ടിയില്ല. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നം നൽകി ഒരാൾ രൂപമാക്കി മാറ്റുന്നത് വരെ തന്റെ കൂടെ ഒരു നിഴലായി തണിയായി ഉണ്ടായിരുന്ന ആസർ എന്ന ഉപ്പയിൽ നിന്ന് തന്റെ മകനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കിട്ടിയ ഹിദായത്ത് എന്ന അള്ളാന്റെ ഔദാര്യം ഉപ്പാക്ക് കിട്ടിയില്ല. ആസിയ ബീവി വിവാഹം കഴിഞ്ഞു കൊണ്ടുവന്ന അന്ന് മുതൽ ഇന്നലെ വരെ തന്റെ ചൂടും ചൂരുമറിഞ്ഞ് തന്റെ മണിയറയിൽ, തന്റെ വീട്ടിൽ, തന്റെ ബെഡിൽ, തന്റെ കുടുംബത്തോടൊപ്പം കഴിയുന്ന ഫറോവയിൽ നിന്ന് വ്യത്യസ്തമാക്കി ഖുർആൻ എടുത്ത് ഉദ്ധരിക്കാനുള്ള കാരണം എന്താ? ആസിയ ബീവിക്ക് കിട്ടിയ ഹിദായത്ത് ഭർത്താവായ ഫറോവക്ക് കിട്ടിയില്ല. അത് പാരമ്പര്യം കൊണ്ട് കിട്ടുന്നതല്ല, രക്തബന്ധം കൊണ്ട് കിട്ടുന്നതല്ല, കെട്ടുബന്ധം കൊണ്ട് കിട്ടുന്നതല്ല, അയൽപ്പക്ക ബന്ധം കൊണ്ട് കിട്ടുന്നതല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ജനിച്ചു ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല.
അപ്രതീക്ഷിതമായി കിട്ടുന്ന പല ആളുകളെ നമ്മൾ കാണുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന ഒരു വഴി, ആ വഴിയോരത്തൊരു ജൂതന്റെ വീടുണ്ട്. എന്നും പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ പുറത്തിറങ്ങി നിന്ന് ചിരിക്കുന്ന ജൂതനായ മനുഷ്യന്റെ ഒരു കുഞ്ഞുണ്ട്, 6-7 വയസ്സ് പ്രായമുള്ളതും. ഒരു ദിവസം കാണാതെയായി. പിതാവിനോട് അന്വേഷിച്ചപ്പോ രോഗശയ്യയായി കിടക്കുക. റസൂൽ പോയി അന്വേഷിച്ചു, ആശ്വസിപ്പിച്ചു. പിന്നീട് അവിടെ പോകുമ്പോഴൊക്കെ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും. ഒരു സമയത്ത് ചെന്നപ്പോ അദ്ദേഹം മരണാസന്നനായി കിടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോനെ. കുട്ടിക്കത് പരിചയമില്ല. അതുകൊണ്ട് ഉപ്പയുടെ മുഖത്തേക്ക്, ജൂതന്റെ മുഖത്തേക്ക് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോൾ ജൂതനായ ഉപ്പ പറഞ്ഞു, ഖുൽ ലിമാ ഖാല അബൂ ഖാസിം. അബൂ ഖാസിം എന്താണ് പറഞ്ഞത്, അബുൽ ഖാസിം എന്താണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും ആ നാട്ടുകാർക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞത് എന്താണോ അത് നീ പറയും. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞത് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ, ആ കുഞ്ഞിന്റെ അവസാനത്തെ വാചകമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവ്വസ്തുതി എന്നും പറഞ്ഞുകൊണ്ട്. നോക്കൂ, ഹിദായത്ത് കിട്ടാൻ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. 5.5 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസുകൾ രേഖപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്ന് വീട്ടിൽ ചെന്നാലും താൻ ഏറെ സ്നേഹിക്കുന്ന ഉമ്മയിൽ നിന്ന് താൻ അതിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി ശകാരിക്കുന്ന, ചീത്ത വിളിക്കുന്ന ഒരു ഉമ്മ. മകളോട് പലവട്ടം പറഞ്ഞു, ഉമ്മ അങ്ങനെ ചെയ്യല്ലേ. ആ അഷ്റഫുൽ ഖൽഖ് അമീനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകം കൊണ്ട് പറയും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇല്ലെന്ന് മാത്രമല്ല, കണക്കറ്റ് ശകാരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക് വരുമ്പോ ആകെക്കൂടി വിഷണ്ണനാണ്. ഒരു സഹാബി ചോദിച്ചു, എന്ത് പറ്റി അബൂ ഹുറൈറ? അദ്ദേഹം പറഞ്ഞു, വേറെ എല്ലാ കാര്യത്തിലും അൽഹംദുലില്ലാഹ് എനിക്ക് സുഖവും സന്തോഷവും ഒക്കെയാണ്, പക്ഷേ എന്റെ ഉമ്മയെ പറ്റി എനിക്ക് വേറെ പ്രയാസമാണ്. കാരണം അവരിതുവരെ ഹിദായത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തിനാ ബേജാറാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരിക്കാൻ വേണ്ടി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നാൽ ഫലം കിട്ടുമല്ലോ. പല ആളുകൾ അങ്ങനെയാണ്, ദുആയിരുന്നാൽ ഇജാബത്തുള്ള ആൾക്കാർ അപ്പോൾ ക്ഷണനേരം വായ് കൂടുന്നതിന് മുമ്പേ ഉത്തരം കിട്ടുമെന്നൊക്കെയാണ് ചില ആളുകളെ പറ്റി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപ്പെടുക, അബൂ ഹുറൈറ ഞാൻ ദുആ ചെയ്യാം, ഹിദായത്തിലാക്കാന്നല്ല പറഞ്ഞത്, ദുആ ചെയ്യാം. ദുആ ചെയ്തു. അന്നുണ്ടായില്ല, ആയുഷ ഉണ്ടായില്ല, മാസങ്ങൾ ഉണ്ടായില്ല, വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ വരുമ്പോ ഉമ്മ കുളിക്കുന്നൊരു ശബ്ദം. പുറത്തുനിന്ന് മകൻ അനുവാദം ചോദിച്ചു. പറഞ്ഞു, വരണ്ട, കുറച്ചു കഴിയട്ടെ. കുളിച്ച് ഈറൻ ഉടുത്ത് അതൊന്ന് തോർത്താൻ പോലും സമയമെടുക്കാതെ മകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ എനിക്കിപ്പോ ഷഹാദത്ത് ചൊല്ലണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 3 പോയിന്റുകളാണ്. ഒന്ന്, നാം ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആശിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. അപ്രതീക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുകയും ചെയ്യും. ഇനി ഹിദായത്ത് കിട്ടിയാലോ അതെന്നും ഉണ്ടാവുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വഹീന്റെ എഴുത്തുകാരിൽ പോലും ചില ആളുകൾ പിൽക്കാലഘട്ടത്തിൽ അത് തെറ്റിദ്ധരിക്കുകയും ഹിദായത്തിൽ നിന്ന് മാറി നിൽക്കുകയും 2 വർഷത്തിന് ശേഷം ഹിദായത്തിലേക്ക് വരികയും ചെയ്തു. ചരിത്രം ഇപ്പോൾ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അല്ലാഹുവിന്റെ മാർഗദർശനമാകുന്ന ഔദാര്യം ലോകർക്ക് പലർക്കും കിട്ടാത്തതാണ് നമുക്ക് കിട്ടിയത് എന്നർത്ഥം. അതുകൊണ്ട് അഹങ്കരിക്കുകയില്ല, മറിച്ച് നിലനിർത്തുകയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കെന്തെല്ലാം സാധ്യമാകുമോ ആ സാധ്യമാകുന്ന മുഴുവൻ വഴികളും ആരായുകയും ചെയ്യുക. അത് നമ്മുടെ കടമയും കടപ്പാടും ബാധ്യതയുമാണ്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, റബ്ബന ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. തുടങ്ങി നമുക്കറിയാലോ, റബ്ബന ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, സന്മാർഗം, ഹിദായത്ത്, ലലാലത്ത്, ഇത് രണ്ടും വേർതിരിച്ചു മനസ്സിലായതിനു ശേഷം, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയതിന് ശേഷം വീണ്ടും അല്ലാഹുവേ ലലാലത്തിലേക്ക് തിരിച്ചുവിടല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികളിൽ ബുദ്ധിമാന്മാരായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്താം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ പരലോക വിജയത്തിന് അനിവാര്യമാണ്. വിജയിക്കണമെങ്കിൽ
ഹിദായത്ത് അനിവാര്യമാണ്. وعن أبي ذر رضي الله عنه أنه قال يقول الله تعالى അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അബൂ ദർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്ത ഹദീസിൽ കാണാൻ പറ്റും, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ, ഓ എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, നിങ്ങളൊക്കെ വഴിപിഴച്ച ആളുകളായിരുന്നു, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ മാർഗം ഏതാണ്? ഇല്ലാ മൻ ഹദൈതഹു, ഞാൻ ഹിദായത്ത് നൽകിയവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ദലാലത്തിലാണ്. അല്ലാഹ് ഹിദായത്ത് നൽകിയവർ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ദലാലത്തിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്തഹ്ദൂനി, എന്നോട് ഹിദായത്തിനെ തേടു നിങ്ങൾ. അല്ലാഹുവേ ഹിദായത്ത് കൊണ്ടാണ് തേടണമെന്ന് മനസ്സിലായോ? മുസ്ലിമാക്കണേ എന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല, മുഅ്മിനാക്കണേ എന്ന് പറ്റി പറയേണ്ട ആവശ്യമില്ല. ഹിദായത്ത് കിട്ടണേ എന്ന് പറയണോ? പറയണ്ടേ? പറയണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലു ബൈന സജദതൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ ഒന്നിങ്ങനെ നിവർന്നിരുന്ന് ആശ്വാസപ്പെടുമ്പോൾ നമ്മൾ ആ ഹിദായത്തിന് വേണ്ടി റബ്ബിനോട് ഇങ്ങനെ തേടാറുണ്ട്, ഹിദായത്ത് തരണേന്ന് ചോദിക്കാറുണ്ട്. അല്ലാഹുമ്മ യഗ്ഫിർലി, പടച്ചോനെ സാധുവാണ് കേട്ടോ, പച്ചയായ മനുഷ്യനാണ് ഞാൻ, എനിക്ക് നീ പുറത്തു തരണേ. വർഹംനി, ഞാൻ ക്രൂരനൊന്നുമല്ല, ഞാനൊരു വലിയ ശത്രുവൊന്നുമല്ല, അതുകൊണ്ട് റബ്ബേ എന്നോട് കാരുണ്യം കാണിക്കണേ. വജ്ബുർനി, അല്ലാഹുവേ ഞാൻ മാന്യനല്ല, എന്നിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, അപജയങ്ങളുണ്ട്, ദുർബലതകളുണ്ട്. അതൊക്കെ നിനക്കറിയാം, എന്റെ ഭാര്യക്കറിയില്ല, എന്റെ കൂടെയുള്ളവർക്കറിയില്ല, എന്റെ സഹപ്രവർത്തകർക്കറിയില്ല, എന്റെ മക്കൾക്കറിയാം ഇല്ല, പക്ഷെ നിനക്കറിയാം. കാരണം രാവും പകലും ഉണർന്നിരിക്കുന്നവൻ നീയാണ്, മയക്കമില്ലാത്ത ഉണർവില്ല നീയാണ്, ഉറക്കമില്ലാത്തവൻ നീയാണ്, അതുകൊണ്ട് നിനക്കറിയാം. അതുകൊണ്ട് റബ്ബേ വജ്ബുർനി, ഇത് നമ്മൾ രണ്ട് സുജൂദുകൾക്കിടയിൽ പറയുന്ന ദുആയിലെ ഒരു ചെറിയ ഭാഗം, അതിന്റെ ആശയമാണിത്. എന്റെ ന്യൂനതകൾ, കുറ്റങ്ങൾ, കുറവുകൾ നീ പുറത്തു മാപ്പാക്കി മറച്ചു വെച്ച് തരണേ റബ്ബേ. വഹ്ദിനി, എനിക്ക് സന്മാർഗം ഹിദായത്ത് തരണേ റബ്ബേ. വർസുഖ്നി, എനിക്ക് ഉപജീവനം നൽകണേ റബ്ബേ. വർഫഅനി, അല്ലാഹുവേ എന്നെ ഉയർത്തി കാണിക്കണേ, എനിക്ക് ഔന്നത്യം വേണേ. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയ പദം ഇതാ, വഹ്ദിനി, റബ്ബേ ഹിദായത്ത് തരണേ. ചോദിക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ഓരോ നിസ്കാരത്തിന് രണ്ട് സുജൂദുകൾക്കിടയിൽ, അടുത്ത സുജൂദ് ചെയ്ത് അടുത്ത സുജൂദിലേക്ക് വരില്ല, ആ സുജൂദിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 5-6 പദങ്ങൾ പ്രത്യേകമായ പ്രാധാന്യം നൽകി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹിദായത്തിന്റെ വഴിത്താരയിൽ കൂടി സഞ്ചരിച്ചാൽ നാളെ എത്തപ്പെടുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 43-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? ഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വഖാലു, അൽഹംദുലില്ലാഹ് എന്ന് പറയാം ആര്? പരലോകത്തെത്തി സ്വർഗത്തിലെത്തുന്ന ആൾക്കാർ. എന്തിനാ? അല്ലദീ ഹദാനല്ലാഹ്, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ, ഈ ഹിദായത്തിലേക്ക് ഞങ്ങൾ എങ്ങനെ വലിച്ചു കൊണ്ടുവന്നില്ലേ, ഞങ്ങൾക്കൊരു വെള്ളി വെളിച്ചം നൽകിയപ്പോ ആ ദലാലത്തിന്റെ, തിന്മയുടെ, തെറ്റിന്റെ, അധാർമികതയുടെ വഴിവിട്ടിട്ട് ഞങ്ങളവർക്ക് ഉപേക്ഷിച്ചിട്ട് നന്നാകാമെന്ന് തീരുമാനിച്ചില്ല. ആരുടെയും പ്രേരണ കൊണ്ടല്ല. ചില ആളുകളുടെ പ്രേരണ കൊണ്ടാവാം, ചില ആൾക്ക് സ്വയം തോന്നും. ആ സ്വയം തോന്നലിന്റെയും പ്രേരണയുടെയും ഒക്കെ അറബി പദത്തിന്റെ പേരാണ് ഹിദായത്ത് എന്നുള്ളത്. പ്രഭാഷകന്റെ വലിപ്പത്തരം കൊണ്ടല്ല, വിഷയത്തിന്റെ സ്ഫുടത കൊണ്ടല്ല, മറിച്ച് റബ്ബ് അതിനൊരു നിമിത്തം, ഒരു പ്രഭാഷണമായിട്ട് നമ്മളെ കേൾപ്പിക്കും. ഒരാളോടുള്ള സഹവാസം, ഒരു ജോലി ചെയ്യുന്ന സ്ഥലം, ഓരോ നിമിത്തങ്ങൾ ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിത്തം നമ്മൾ തട്ടിയാൽ നീങ്ങിൽ അതവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും. ആ ഒരു റൂട്ടിന്റെ, ട്രാക്കിന്റെ, വഴിത്താരിയുടെ തുടക്കത്തിന്റെ പേരാണ് ഹിദായത്ത്. അത് കിട്ടി സ്വർഗത്തിലെത്തുമ്പോൾ അവർ പറയും, എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ നീ ഹിദായത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ ദലാലത്തിലായി പോകുമായിരുന്നു. ആർക്കാ സഹോദരന്മാരി ഇരിക്കുന്നതിൽ ഒരു 500-1000 രൂപ ദിവസം ചെലവാക്കാൻ കഴിയാത്തത്? തോന്നിയ അസത്തിന് ഇഷ്ടം പോലെ പൈസ അല്ലേ, എന്തേ ചെലവാക്കാനും?
പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് കുപ്പി പൊട്ടിച്ചില്ല, മറ്റു തോന്നിയാസങ്ങൾ ചെയ്തില്ല? അത് പാടില്ല എന്ന് വിലക്കിയത് കൊണ്ടായിരുന്നു. രഹസ്യമായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. ചെയ്യാത്തത് എന്തുകൊണ്ടാ? ഈ ഹിദായത്തിൽ നമ്മൾ ആയിപ്പോയത് കൊണ്ടാണ്, ആ നിലത്ത് നമ്മൾ കയറിപ്പോകുന്നത് കൊണ്ടാ. അതിന്റെ നന്ദിയുടെ പ്രകാശനമാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീ ഹിദായത്തിലാക്കിയത് കൊണ്ട് രക്ഷപ്പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്ഷയുടെ കവാടം തുറന്ന് നാളെ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു إنه هو الغفور الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ആളുകളാണ്. പതിവായി ദുആ ചെയ്യുന്നതിൽ ചില ദുആകളൊക്കെ നമുക്ക് ശീലമുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആനിലെ 12ാമത്തെ സൂറത്ത് യൂസുഫിലെ 101ാമത്തെ ആയത്ത്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതൊരു നബിയുടെ പ്രാർത്ഥനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അജ്മലുൽ ബഷർ, അങ്ങേയറ്റത്തെ സൗന്ദര്യധാമം എന്ന് പറയാവുന്ന ഒരാളുണ്ട് എങ്കിൽ അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പക്ഷേ അതൊരു വേള തനിക്ക് എതിരായി തീർന്നു. അതുകൊണ്ട് ജയിലറയിൽ പോയി അപമാനിതനായി. ചെറുപ്പത്തിലെ സഹോദരങ്ങളുടെ അസൂയ കൊണ്ട് കിണറ്റിലെറിയപ്പെട്ടു. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും താണ്ടിയതിനു ശേഷം ആ രാജ്യത്തെ പരമോന്നതമായ രാജകീയമായ കട്ടിലിൽ ഇരിക്കുകയും തനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെല്ലാം കാര്യങ്ങൾ അന്നിനി പേരെടുത്ത് പറയുന്നില്ല, അത് മുഴുവൻ തന്റെ കാൽ കീഴിൽ എത്തുകയും ചെയ്തു. എത്രയേറെ എന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടു പോയ അന്ധനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന തന്റെ പിതാവ് 2 കണ്ണും വെളിച്ചമുള്ളവനായി തന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഉപ്പാനെ വലതുഭാഗത്തും ഉമ്മാനെ ഇടതുഭാഗത്തും ഇരുത്തി സഹോദരങ്ങൾ അങ്ങനെ വട്ടളഞ്ഞിരുന്ന് ആ മന്ത്രിസഭയിലെ ഏറ്റവും പരമോന്നതമായ സിംഹാസനത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച കൂട്ടുന്നൊരു പ്രാർത്ഥനയാണ് തവഫനി മുസ്ലിമൻ. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാനെ മറക്കും, മരണം മറക്കും, പരലോകം മറക്കും. ഇതൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് തവഫനി മുസ്ലിമൻ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ഏത് സെക്കൻഡിൽ 3 മിനിറ്റ് കഴിഞ്ഞില്ല, 30 സെക്കൻഡിനുള്ളിലാണ് ഇന്നലെ ഒരു പറ്റം പച്ചയായ മനുഷ്യന്മാർ വെറും ചാരമായി തീർന്നത്. നമ്മളിൽ പല ആളുകളും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ. അപകട മരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിത്യസംഭവങ്ങളാണ്. അറ്റാക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് മറ്റൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഏത് സംഭവം എങ്ങനെ ഏത് രൂപത്തിൽ മരിച്ചാലും ആ മരിക്കുന്ന സെക്കൻഡിൽ ഞാൻ മുസ്ലിമായിരിക്കണം. അതൊരു ദൃഢനിശ്ചയാണ്. അത് പൂർത്തീകരിക്കാൻ ഹാസുലായി തീരാൻ റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ബാധ്യതയാണ്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രാർത്ഥനയിൽപ്പെട്ട ഒന്ന് തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നാം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു നല്ല മരണത്തിന്റെ ഉടമകളായി തീരാൻ, ഈമാനുള്ള കാമിലായ ഈമാനായ അവസ്ഥയിൽ ജീവിതം അവസാനിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ഇരിക്കുന്ന ആളുകൾക്കുണ്ട്. ഷാഫിയായ റബ്ബേ, അവർക്കൊക്കെയും ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹുവേ ഞങ്ങൾക്ക് ഏവർക്കും നീ മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും വേവചാരവും എത്രാളവും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ
ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും വർഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എളുപ്പമാക്കണമേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും ഞങ്ങളുടെ മിത്രാദികൾക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗത്തും ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും മർദ്ദിതരും പീഡിതരുമായ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ സഹായവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരുടെ കണ്ണീരിന്റെ വിലയറിഞ്ഞ് അവരെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈമാനും ഇഖ്ലാസും തഖ്വയും അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ലഘൂകരിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.